നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾ സഹജമാർഗ് സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ജ്ഞാനത്തിലേക്ക് ഉയരുന്നുണ്ടെങ്കിൽ, നമ്മൾ യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ സ്വഭാവ പരിവർത്തനം നടക്കണം എന്നാണ് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. ദ എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ക്യാരക്ടർ. ഇഫ് ക്യാരക്ടർ ഇസ് ലോസ്റ്റ് എവറിത്തിങ് ഇസ് ലോസ്റ്റ് എന്നുള്ളൊരു പ്രോവർബുണ്ട്. അപ്പൊ എന്താണ് ക്യാരക്ടർ? ക്യാരക്ടർ ഇസ് പ്യൂർ ലവ് എന്നാണ് ചാരുജി മഹാരാജ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷേ അതാണ് സത്യം. അപ്പൊ ആ പ്യൂർ ലവ് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എഡ്യൂക്കേഷനിൽ ഞാൻ ശരിക്കും ഉയരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഒരേ ഒരു വഴി. നമ്മൾ ബിക്കമ്മിങ്ങിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആയിത്തീരുന്നുണ്ട്, കൂടുതൽ സ്നേഹം നിറഞ്ഞ ഒരു വ്യക്തിത്വമായി മാറുന്നുണ്ട്. അപ്പൊ അതിന്റെ വേറൊരു ലക്ഷണം എന്താണ്? നമ്മുടെ ആശ്രിതത്വം കുറയാൻ തുടങ്ങും, ഡിപ്പെൻഡൻസ് കുറയാൻ തുടങ്ങും. സ്വത്തിനു മുകളിലുള്ള ഡിപ്പെൻഡൻസ്, നമുക്ക് അത് വേണം ഇത് വേണം, അതില്ലാതെ എങ്ങനെ ജീവിക്കാൻ സാധിക്കുക, ഒരു ഫ്രിഡ്ജില്ലാണ്ട് എങ്ങനെ ജീവിക്കാൻ സാധിക്കുക, ഒരു കാറില്ലാണ്ട് എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക, ഈ വീട് ഇതുപോലെ കുറച്ചുകൂടി വലുതാക്കണം. അപ്പൊ നമ്മുടെ ഡിപ്പെൻഡൻസ്, അപ്പൊ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് സാധാരണ നമ്മുടെ ഡിപ്പെൻഡൻസ് ആണ്. അംബിഷൻസ് അല്ല, ആസ്പിറേഷൻസ് ആണ് വേണ്ടത് എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറഞ്ഞു. ആസ്പിറേഷൻ, ഞാൻ കൂടുതൽ ബെറ്റർ ആവുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ ഓപ്പോസിറ്റ്, ഡിപ്പെൻഡൻസ് കുറയുകയാണ്. ഒരു നല്ല ഒരു ടീച്ചർ ആണെങ്കിൽ എപ്പോഴും ടെക്സ്റ്റ് ബുക്കും കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. നേരെ ക്ലാസ് റൂമിൽ പോയിട്ട് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായിട്ടും ആയാലും ആ ഒരു സബ്ജക്റ്റ് അവർക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കും. അല്ല, എനിക്ക് സ്മാർട്ട് ബോർഡ് വേണം, എനിക്ക് കമ്പ്യൂട്ടർ വേണം, മോഡേൺ ടൂൾസ് വേണം, പവർ പോയിന്റ് പ്രസന്റേഷൻ വേണം എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രസന്റേഷൻ നടക്കുമ്പോൾ പവർ പോയിന്റ് ഇടുന്നു, എന്നിട്ട് ഹോൾ അന്ധകാരത്തിലിരിക്കും. കാരണം പിന്നെ ആരും കാണണ്ട, പിന്നെ നമുക്ക് അത് നോക്കിയിട്ട് പറയാം. ജേർണൽസ്, റെഫറൻസസ് നല്ലതാണ്,
പക്ഷെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതോടും അതിന്റെ ശക്തി കൂടിക്കൂടി വരും. അതില്ലാണ്ട് പറ്റില്ല എന്നായി തുടങ്ങും. സ്ഥാനമോഹം, വേറൊന്ന്. സ്ഥാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ആ സ്ഥാനമില്ലെങ്കിൽ ഞാനെന്താ ചെയ്യുക? അപ്പോ ഒരുപാട് ആൾക്കാർ നമ്മളെ ഉപദ്രവിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. രാമകൃഷ്ണ പരമഹംസൻ ഒരു കഥ പറയാറുണ്ട്. ഒരു കാക്ക ഒരു ഇറച്ചിയുടെ കഷ്ണം കൊത്തിയിട്ട് പറക്കുകയാണ്. അപ്പോൾ കുറേ പക്ഷികൾ ആ കാക്കയുടെ പുറകെ പറക്കാൻ തുടങ്ങി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, കാക്ക കഷ്ണങ്ങൾ താഴിട്ടു. എല്ലാ പക്ഷികളും കൂടി ആ കഷ്ണത്തിന്റെ പുറകെ പോയി. അപ്പൊ നമ്മുടെ പുറകെ എല്ലാ ആൾക്കാർ, നമ്മൾ ആഗ്രഹിക്കുന്ന സാധനത്തിന് പുറകെയാണ് ആൾക്കാർ. സ്വത്തിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന സ്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ. നമ്മൾ വിട്ടുകൊടുക്കുന്നതോട് നമ്മൾ ഫ്രീ ആവുന്നു. അവരതിന്റെ പുറകെ പോയിക്കോട്ടെ, ഞാൻ ഫ്രീ ആയി. എനിക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രാജ്യം പറ്റില്ല, ഇവിടെ ഒന്നും സൗകര്യം പോരാ. കുട്ടിക്കാലത്തൊക്കെ ഈ രാജ്യം മതിയായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് വളരണമെങ്കിൽ ഈ രാജ്യം പോരാ, കുറച്ചുകൂടിയും റിസർച്ച് വേണമെന്നുണ്ടെങ്കിൽ വേറെ രാജ്യത്തിൽ പോകണം. റിസർച്ച് നടത്താനുള്ള സൗകര്യങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല? അത് നമ്മുടെ കുറവല്ലേ കാണിക്കുന്നത്? നമ്മൾ വീണ്ടും ഡിപ്പെൻഡന്റ് ആവും. മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഒപ്രസ്ഡ് ആണ് ഒപ്രസറിന് ശക്തി കൊടുക്കുന്നത്. വലിയൊരു സിദ്ധാന്തമാണ്. അതുകൊണ്ടാണ് അഹിംസയ്ക്ക് ഇത്രയും പ്രാധാന്യം അദ്ദേഹം കൊടുത്തത്. നമ്മൾ ആരുടെയെങ്കിലും പവറിന് കീഴടങ്ങുമ്പോൾ അയാളുടെ പവർ അയാൾക്ക് ഗുണം നൽകി എന്ന് അയാൾക്ക് തോന്നുന്നു. നമ്മൾ പൈസയ്ക്ക് കീഴടങ്ങുമ്പോൾ പൈസ നമ്മളെ ഭരിക്കുന്നു എന്ന് അവർക്ക് തോന്നുന്നു. നേരെ മറിച്ചിട്ട് നമ്മളത് വേണ്ട, അതില്ലാതെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അവര് കീഴടങ്ങുന്നു. അതാണ് ലോകം ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ മുമ്പിൽ കീഴടങ്ങുന്നത്. കാരണം അവർക്കൊന്നും ആവശ്യമില്ല. എല്ലാവരും അവരുടെ അടുത്ത് അന്വേഷിച്ചു വരികയാണ്, ഇങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. മഹാത്മാഗാന്ധിജി സേവാഗ്രാമിൽ എത്തിയപ്പോൾ ലോകം മുഴുവൻ അങ്ങോട്ട് പോയി. മഹാത്മാഗാന്ധിജി കമ്മ്യൂണൽ റൈറ്റ്സിൽ ബംഗാളിലും അങ്ങനെയുള്ള ഉൾപ്രദേശങ്ങളിൽ നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ പുറകെ എല്ലാവരും പോയി. ഭഗവാൻ ശ്രീരാമൻ അയോധ്യ വിട്ടിട്ട് വനവാസത്തിൽ പോയപ്പോൾ രാമായണം പിന്നെ ഭഗവാൻ ശ്രീരാമന്റെ പുറകെയാണ്. അയോധ്യയെ പറ്റിയല്ല പിന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രാധാന്യം ഭഗവാൻ ശ്രീരാമനാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പ്രാധാന്യം, മധുരയ്ക്കോ ദ്വാരകയ്ക്കോ അല്ല. നമ്മള് സ്ഥാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ട്? അവിടെ അദ്ദേഹം ജീവിച്ചിരുന്നു, അതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഈ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളാണ് നമ്മൾ ഇരിക്കുന്ന പദവിക്ക് അലങ്കാരം, അല്ലാതെ പദങ്ങളല്ല നമുക്ക് അലങ്കാരം തന്നെ. സ്റ്റേറ്റ്സ് അല്ല, അല്ലെങ്കിൽ പൊസിഷൻസ് അല്ല നമ്മൾ അലങ്കരിക്കുന്നത്, നമ്മളാണ് അതിനെ അലങ്കരിക്കുന്നത്. അപ്പൊ അതിന് അത്രത്തോളം നമ്മൾ വളർന്നിട്ടുണ്ടാവണം. അപ്പൊ നമ്മൾ ഡിപ്പെൻഡൻസ് കുറവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വരുന്നുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ്. ആശ്രിതത്വം കുറയാണ്, നമ്മൾ ഫ്രീ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ എല്ലാവരും നമ്മുടെ ഇടയ്ക്ക് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ബെഗേഴ്സിനെ പോലെയാണ് എന്ന് ചാരിജി മഹാരാജ്, ധർമ്മക്കാരാണ്. പൂർ ബെഗേഴ്സ് ആൻഡ് റിച്ചർ ബെഗേഴ്സ് എന്നാണ് ചാരിജി മഹാരാജ് പറഞ്ഞത്. പണക്കാർ കൂടുതൽ പണത്തിന് വേണ്ടി ബെഗ് ചെയ്ത് കൊടുക്കും, അവരും ബെഗേഴ്സാണ്. നമ്മൾ ലോകത്തിനും കാണുന്ന മുഴുവൻ ബെഗേഴ്സിനെയാണ്. നമ്മൾ ശരിക്കും ഭരിക്കുന്നവരെ കാണുന്നില്ല. എന്താണ് ഭരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മുകളിൽ, നമ്മുടെ ക്രിയേഷന്റെ മുകളിൽ ആ ഒരു ആധിപത്യം വരുമ്പോൾ നമ്മൾ ഭരണമാണ്. അതാണ് സ്വരാജ്യം എന്ന് മഹാത്മാഗാന്ധി. സ്വരാജ്യം, സെൽഫ് റൂൾ. നമ്മൾ നമ്മുടെ ക്രിയേഷന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ ലോകം ഇഷ്ടപ്പെടുള്ളൂ. നമ്മൾ മനസ്സിലാക്കും, ഇങ്ങനെ ഒരാള്